ഹായ് ഡിയേഴ്സ് എന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. മോളുടെ കരാട്ടെ ക്ലാസ്സിൻ്റെ 10th ആനുവലിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ സ്പോർട്സ് അക്കാദമി ഷാർജയിൽ വെച്ചിട്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിടുകയാണ്. ഇതാ ഗാലറിയിലാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അവൾ പഠിക്കുന്നത് ഗൾഫ് സ്റ്റാർ കരാട്ടെ അൽ നബ്ബയിലാണ്. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് JKS അക്കാദമി ഉണ്ട്. ഇത് രണ്ടും കൂടിയാണ് കേട്ടോ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. മോളുടെ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കരാട്ടെ പഠിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇതിൽ 2 കാറ്റഗറിയാണുള്ളത്. കത്ത, കുമിത്തെ എന്ന് പറഞ്ഞിട്ട്. കുമിത്തെ ഫൈറ്റിംഗ് ആണ്. കത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. മോളിപ്പോൾ ഗ്രീൻ ബെൽറ്റാണ്. അവിടെ ഒരുപാട് ജഡ്ജസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന്. അപ്പോൾ മോളുടെ കത്തയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവൾക്ക് അതിൽ 4th പ്രൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അവരപ്പം തന്നെ ജഡ്ജസ് സ്കോർ ബോർഡൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കോമ്പറ്റീഷൻ കഴിയുമ്പോൾ ഓരോ കാറ്റഗറിയിലെയും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും അപ്പം തന്നെ അവർ നടത്തുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻ ടൈമും വേണ്ടതുകൊണ്ട് തന്നെ അപ്പോൾ അവർ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 7 മണി വരെയാണ് ഇവരുടെ ടൈമിങ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഉള്ളിൽ അവർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നടത്തിയാലേ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും ഒരുപാട് ടൈം ആവുന്നതുകൊണ്ട് തന്നെ അവരങ്ങനെ പെട്ടെന്ന് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റിങ് ചെറിയ മക്കളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന കാണാൻ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാ കുട്ടികളും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതുപോലുള്ളൊരു കോമ്പറ്റീഷൻ കണ്ടതും അനുഭവിച്ചതും ഒക്കെ. അപ്പോൾ ഇതാ മോളുടെ ഫൈറ്റിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റ് ചാൻസിൽ അവൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിരുന്നു. ഫൈനൽ സ്റ്റേജിൽ അവൾ സെക്കൻഡ് ആയി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ മോളെ ഇതുപോലെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അത് അവളുടെ കോൺഫിഡൻസിനെയും അതുപോലെ തന്നെ ബോൾഡ്നെസ്സിനെയൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ ഗൾഫ് സ്റ്റാർ കരാട്ടയോടെയാണ് ഇപ്പോൾ താങ്ക്സ് പറയുന്നത്. താങ്ക് യു ഗൾഫ് സ്റ്റാർ കരാട്ടെ. അപ്പം മക്കളെ പഠിപ്പിക്കാൻ